പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ മറ്റൊരു എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വർണ്ണ സമ്മാനങ്ങൾ തരാൻ വേണ്ടിയിട്ട്. എന്താണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. വിളിച്ചിട്ട് ഈ കാണുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക. അത് ബോക്സ് ആണ് കേട്ടോ. ആ നമ്പർ ഞാൻ ചെന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് സ്വർണ്ണ നാണയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഭയങ്കര ഈസി ആയിട്ട് പങ്കെടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോളിലൂടെ മാത്രമല്ല വാട്സപ്പിലൂടെയും പങ്കെടുക്കാം കേട്ടോ. 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും ഒപ്പം നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും അയക്കാം. ഒറ്റ തവണ അയക്കാവുള്ളൂ. ഒരുപാട് തവണയൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആകും. 12:45 വരെ വാട്സപ്പിലോട്ട് അയക്കാനുള്ള സമയമുള്ളൂ. പക്ഷേ കോൾ ആണെന്നുണ്ടെങ്കിൽ 1 മണി വരെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേഴ്സ് പറയുന്നതിന് ശേഷമുള്ള നമ്പേഴ്സ് മാത്രമേ വാട്സപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുള്ളൂ. അതായത് ഏറ്റവും ലാസ്റ്റാണ് വാട്സപ്പ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കോൾ ചെയ്ത് പങ്കെടുക്കാനും മടിക്കണ്ട എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഒന്നും കൂടെ വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ പറയാം. 8086011443. ആ നമ്പറിലോട്ട് വിളിച്ചാൽ കിട്ടില്ല, ഒള്ളി വാട്സപ്പാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ച് തുടങ്ങിക്കോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ഇതിൽ എവിടേക്കാണ് സ്വർണ്ണം ഇരിക്കുന്നതെന്ന് കണ്ടെത്തണം കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യത്തെ കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹായ്, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? രാജേന്ദ്രൻ. എവിടുന്നാ വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് എവിടെയാണ്? ഹലോ, നെയ്യാറ്റിങ്കര. ഓക്കെ, എന്താ ചെയ്യുന്നത് ചേട്ടാ? കൺസ്ട്രക്ഷൻ വർക്കാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ, 2 മക്കളുണ്ട്. മക്കളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെയാ? മോന് 9ാം ക്ലാസ്സിലും മോള് 7ാം ക്ലാസ്സിലും. മോള് 7ാം ക്ലാസ്സിലും. ഓക്കെ, അപ്പൊ ചേട്ടാ ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്? 12. ഓക്കെ, രണ്ടാമതിരിക്കുന്ന നമ്പറാണ് ചേട്ടൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൽ സ്വർണം ഉണ്ടോ എന്ന്. രാജേന്ദ്രൻ ചേട്ടന് തുറക്കാണേ. സോറി, ഇല്ല കേട്ടോ, കിട്ടിയിട്ടില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഫസ്റ്റ് കോളറിന് കിട്ടിയിട്ടില്ല. സ്വാഭാവികം അല്ലേ? പെട്ടെന്നൊരെണ്ണം തുറക്കുമ്പോൾ കിട്ടണം എന്നില്ല. ചിലപ്പോൾ ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയെന്നും വരും. ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പർ, നിങ്ങളുടെ ആനിവേഴ്സറി, ഡേറ്റ്, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നമ്പർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടി എന്ന് വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പെട്ടെന്ന് തോന്നുന്നൊരു നമ്പർ അതിലുണ്ട് എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. നമസ്കാരം. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? കേൾക്കുന്നില്ല. ടിവിയിൽ ശ്രദ്ധിക്കുന്നോണ്ടാണ് ഒന്നും കേൾക്കാത്തത്. ശരിക്കും ടിവിയുടെ വോളിയം കുറച്ച് വെച്ചതിന് ശേഷം ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പോ കേൾക്കുന്നുണ്ട്. എന്താണ് പേര്? ഉഷ. ഓക്കെ, ഉഷ എവിടുന്നാ വിളിക്കുന്നേ? കോട്ടയം. വീട്ടിൽ ആരൊക്കെയുള്ളത്? ആഹാ, ഇന്ന് എന്താണ് സൺഡേ പരിപാടികൾ? ഒന്നുമില്ല. അപ്പൊ ചേച്ചി നമ്പർ സെലക്ട് ചെയ്തോ? ഏതാണ്? 31. 31ൽ ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 31 ഗോൾഡ് ഉണ്ടോ? നോക്കട്ടെ. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു.
ഞാൻ കോള് പെട്ടെന്ന് വെക്കായിരുന്നു. കാര്യം എനിക്ക് അവിടുന്ന് ചേച്ചിയുടെ സൗണ്ടിനെക്കാളും എൻ്റെ സൗണ്ടാണ് കേൾക്കാൻ പറ്റുന്നത്. കാര്യം ടി വിയുടെ വോളിയം നല്ല ഹൈ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നേരെ സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ അറിയാണ്ട് ടി വിയിലോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഡിലേ ആവും. അപ്പോൾ എപ്പോഴും ടി വിയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാം. ഓക്കെ, സോ യെസ്, നമുക്ക് 2 കോളേഴ്സ് ഇതുവരെ വന്നവർക്ക് 2 പേർക്കും കിട്ടിയിട്ടില്ല. കാര്യം എന്താണ്, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് ഇതിൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്വർണ്ണമുണ്ട്. അതിൽ റൈറ്റ് ആയിട്ടുള്ള തുറന്നാലല്ലേ കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ, ആരാണ് ആദ്യത്തെ വിന്നർ എന്ന് നമുക്കറിയാം. എന്തായാലും അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇത് ആരാണ്? ഇത് സ്വാതിയാണ്. സാഡിയ? സ്വാതി. ഓക്കെ, സ്വാതി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്തുനിന്ന്. ഓക്കെ, എന്താ ചെയ്യുന്നത് സ്വാതി? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല? ഇല്ല. ഫാമിലി ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മോളുണ്ട്. മോൾ എത്രയായി? അവള് സെക്കൻഡ് സ്റ്റാൻഡേർഡില്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് സൺഡേ പരിപാടി? ഇന്ന് പരിപാടിയൊന്നും ഇല്ല. ഇന്ന് ഒരു പരിപാടി ഇല്ല. മോള് പറഞ്ഞില്ല എവിടെയും പോണെന്നൊന്നും? ഇല്ല, പറഞ്ഞില്ല. ഓക്കെ, ഏതാണ് നമ്പർ? 24. യെസ്, ഇവിടെ ഇരിപ്പുണ്ട് 24. 24-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 24-ൽ സ്വാതിക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. സോ നമ്മുടെ തേർഡ് കോളറിനും കിട്ടിയിട്ടില്ല. ഇനി ഒരുപാട് കോളേഴ്സ് വരണം. 1 hour ഉണ്ട് നമ്മുടെ ഷോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, പെട്ടെന്ന് തന്നെ നമ്പർ പറയുക. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും കിട്ടാൻ ചാൻസ് ഉള്ളത്. നോക്കിയിരിക്കുന്ന ആർക്കോ ആണ് കിട്ടാൻ ഇന്നത്തെ ദിവസം ചാൻസ് ഉള്ളത്. അപ്പോൾ മടിക്കാതെ വിളിക്കുക കേട്ടോ. അതിനോടൊപ്പം തന്നെ വാട്സപ്പിൽ വായിക്കാൻ മറക്കണ്ട. എപ്പോഴും ഞാൻ പറയുന്ന നമ്പർ തന്നെയാണ് 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ വയ്ക്കുക. ഒറ്റ തവണ അയക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ കോൾ ആരും എടുക്കില്ല, ഓൺലി വാട്സപ്പ്. ഓക്കെ, വിളിക്കേണ്ട നമ്പർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, അത് വിളിച്ചാൽ മാത്രം മതി. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? പാർവതി. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ എറണാകുളം. എത്രാം ക്ലാസ്സിലാ പാർവതി? ഞാൻ ജോലി ചെയ്യുന്നുണ്ട് TCS-ൽ. ജോലി ചെയ്യാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അച്ഛൻ, അമ്മ. എറണാകുളം TCS-ൽ അല്ലേ? എറണാകുളം കൊച്ചി TCS-ൽ. ഓക്കെ, അപ്പൊ ഇന്ന് അവധിയൊക്കെ ആയിട്ട് ചില്ലായിട്ടിരിക്കുകയാണ്. ഇന്ന് എന്താണ് പരിപാടി? സൺഡേ പ്ലാൻസ്? പരിപാടിയൊന്നുമില്ല, അമ്പലത്തിലൊക്കെ പോയി വന്നിരിക്കും. നവരാത്രി ആയതുകൊണ്ട് വ്രതമാണോ? അങ്ങനെയില്ല, ഇന്ന് അമ്പലത്തിൽ പോയി ഫ്രീ ആയതുകൊണ്ട്. ഓക്കെ, സോ യെസ്, ഏതാണ് നമ്പർ? 61 അല്ലേ? 61-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എവിടെയായിരുന്നു സ്ഥലം? എവിടെയാണ്? കൊച്ചി. ഓക്കെ, നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. യെസ്, അടിപൊളി. നമ്മുടെ ഫസ്റ്റ് വിന്നർ ആണ് ഇന്നത്തെ കേട്ടോ. ഇന്ന് അമ്പലത്തിലൊക്കെ പോയത് നന്നായി എന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ലേ? ദൈവം കാത്തു നിൽക്ക്. പാർവതി എന്നല്ലായിരുന്നോ പേര്? ഓക്കെ, അടിപൊളി. പാർവതിയാണ് നമ്മുടെ ആദ്യത്തെ വിന്നർ. ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലെ വിളിക്കുക, വിൻ ചെയ്യാട്ടോ. ബൈ. താങ്ക് യു. ബൈ. ഓക്കെ, അപ്പോൾ യെസ്, നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ കിട്ടിയിരിക്കുകയാണ് പാർവതി. അടിപൊളിയായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്ന് നിന്ന് വിളിച്ചു. ഇതേണ്ട ഒരു നമ്പർ പറയുന്നു, സമ്മാനം കിട്ടുന്നു. അടിപൊളി അല്ലേ? സോ ഇതുപോലെ നിങ്ങളും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള നമ്പർ എടുക്കുക, പറയുക. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നത് എന്താണെന്നറിയോ? എൻ്റെ അമ്മയ്ക്കാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പറയുമായിരുന്നു, കണ്ടോ അമ്പലത്തിൽ പോയി നല്ല കുട്ടിയായിട്ട് വിളിച്ചോണ്ട് കേട്ടോ സ്വർണ്ണമൊക്കെ കിട്ടിയെന്ന്. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും അമ്മമാർ അവിടെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടാവും. എന്തായാലും അങ്ങനെയൊന്നുമില്ല. അമ്പലത്തിൽ പോയില്ലെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലക്കി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടാൻ പറ്റും. ഓക്കെ, സോ യെസ്, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. വാട്സപ്പിലും അയക്കാം നിങ്ങൾക്ക്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഇതാരാണ്? എന്റെ പേര് വിനീത്. വിനീത് എവിടെന്നാണ് വിളിക്കുന്നേ? ട്രിവാൻഡ്രത്ത് നിന്നാണ്. എന്താ ചെയ്യുന്നത് വിനീത്? ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ യെസ്, അപ്പോൾ ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? 30. ഓക്കെ, 30-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ?
അയ്യോ ഇല്ല കേട്ടോ വിനീത്. ഓക്കെ ഓക്കെ സോറി സോറി. സാരമില്ല സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. താങ്ക് യു. ബൈ. അപ്പോൾ വിനീതിന് കിട്ടിയിട്ടില്ല. വിനീത് പെട്ടെന്ന് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ. സോ യെസ്, ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിന്നർ ഓൾറെഡി ആയി കഴിഞ്ഞു. നല്ലൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ ചില ദിവസങ്ങളിൽ അവസാനമാവും എല്ലാ വിന്നേഴ്സും കൂടെ. പക്ഷേ ഇന്ന് ഏകദേശം നമുക്ക് ആദ്യം തന്നെ ഒരു വിന്നറിനെ കിട്ടി. അപ്പോൾ ഇനിയും ഇതുപോലെ വിന്നേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ദിവസമാണ്. ഒരുപാട് ഗോൾഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. മിസ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് വിളിക്കുക. വാട്സപ്പ് നമ്പറിലോട്ട് വിളിക്കരുത്. വാട്സപ്പ് നമ്പറിൽ വിളിക്കാൻ പാടില്ല. എന്താണ്? വാട്സപ്പിൽ വിളിക്കാനേ പാടില്ല. ഓക്കെ. വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 8086011443 എന്ന നമ്പറാണ്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കില്ല. വാട്സപ്പ് മെസ്സേജ് മാത്രമേ അയക്കാൻ പാടുള്ളൂ. ഓക്കെ. എത്ര തവണ പറഞ്ഞു? എന്തായാലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക, പങ്കെടുക്കുക. എന്തായാലും വാട്സപ്പിലും അയക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയച്ച് പങ്കെടുക്കാം. എന്തായാലും അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹലോ. ഹായ്, ഇതാരാണ്? ഞാൻ ഗോപിനാഥ്. ഗോപിനാഥ്. ഓക്കെ ഗോപിനാഥ്, നമ്മുടെ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ പാലക്കാട്. പാലക്കാട് നിന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ മക്കളെ ആരൊക്കെയാ? പേരക്കുട്ടികളെ എല്ലാവരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഓക്കെ. മക്കളെന്ന് പറയുമ്പം എത്രയൊക്കെ ആയി? എന്റെ മൂത്ത മകളുണ്ട്. മൂത്ത മകളുണ്ട് അല്ലേ? ആ. ഓക്കെ ഓക്കെ, ശരി ശരി. ഏതാണ് നമ്പർ ചേട്ടാ? മകളുടെ അടുത്ത് തന്നെ കൊടുക്കാം. മകളുടെ കൈ കൊടുത്തോളൂ. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് പേര്? രമ്യ. രമ്യ. രമ്യ എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫ് തന്നെയാണ്. ഹൗസ് വൈഫ് ആണ്. ഓക്കെ. മാരീഡ് ആണ് അല്ലേ? അതെ. എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടോ? എന്തോ? 3 ട്വിൻസ്, 2 പെൺകുട്ടികൾ, പിന്നെ ഒരു ചെക്കൻകുട്ടി. ഓ, അപ്പൊ 3 പേര്. അതെ, 3 പേര്. അടിപൊളി. എന്തൊക്കെയാണ് പേര്? മൂത്ത കുട്ടികൾ ഇപ്പൊ 9th പഠിക്കുന്നു. അഞ്ജന, അപർണ. പിന്നെ ഒരു ചെക്കൻകുട്ടി അർജുൻ 4th പഠിക്കുന്നു. 4th പഠിക്കുന്നു. 3 പേരും കൂടെ ബഹളമാണോ? അയ്യോ അതേ ഉള്ളൂ. ആണോ? ട്വിൻസ് തമ്മിൽ ഭയങ്കര ഒരുമയാണോ? ഒരിക്കലും ഇല്ല. നല്ല ഫൈറ്റ് ആണ്. ഒരുപോലെ ഇരിക്കുന്ന ട്വിൻസ് ആണോ? ഇല്ല 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 ഇല്ല, ഒരുപോലെ ഇല്ല. ഇല്ല. ഓക്കെ. എന്തായാലും രണ്ടുപേർക്കും അനിയൻകുട്ടനോട് എങ്ങനെയാണ്? അത് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹമാണ്. നല്ല സ്നേഹമാണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? നമ്പർ 25. 25 അല്ലേ? 25 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ബൈ. ബൈ. ഓക്കെ. അപ്പോൾ യെസ്, ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സ്വർണ്ണം കിട്ടിയില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. എന്തായാലും ട്രൈ ചെയ്തില്ലേ? എന്തായാലും ഇതുപോലെ തന്നെ നിങ്ങൾക്കും വിളിക്കാം, പങ്കെടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള നമ്പർ പറയാം. സ്വർണ്ണമാണ് സമ്മാനം. സ്വർണ്ണത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് അണിയാനാണെന്നുണ്ടെങ്കിലും ഒരു അസറ്റായിട്ട് സേവ് ചെയ്ത് വെക്കാനാണെങ്കിലും ഒക്കെ സ്വർണ്ണം അടിപൊളിയാണ്. സ്വർണ്ണം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആൾക്കാർക്ക് ഇടുന്ന ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ സേവിങ്സ് ആയിട്ട് വെക്കാനും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണാനും ഒക്കെ നല്ല ഒരു സംഭവം തന്നെയാണ് സ്വർണം. അതാണ് നമ്മുടെ ഗിഫ്റ്റ്. ഓക്കെ, അത് മറക്കണ്ട. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹലോ, ഇതാരാണ്? ഹലോ. ശ്രീജ, കണ്ണൂരിന്ന്. ശ്രീജയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും 2 മക്കൾ. ശ്രീജ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ. കുട്ടികളൊക്കെയോ? മോള് 7th സ്റ്റാൻഡേർഡ്, മോൻ പ്ലസ് 2 കഴിഞ്ഞു. ഓക്കെ. എല്ലാരും ഉണ്ടോ വീട്ടില്? മോളില്ല, മോള് മ്യൂസിക് ക്ലാസ്സിൽ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാട്ട് പാടിപ്പിക്കായിരുന്നു. അമ്മ പാടുവോ? ഇല്ല. ഓക്കെ. ഏതാണ് നമ്പർ? 20. 20യിൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ. ഗോൾഡ് ഉണ്ടോ? നെഹി ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർവതിയാണ് നമുക്ക് ഇതുവരെ കിട്ടിയ ഒരൊറ്റ വിന്നർ. ഇനിയും വിന്നേഴ്സിനെ നമുക്ക് വേണം. ഇനിയും അവിടെ ഇവിടെയൊക്കെ ഗോൾഡ് ഉണ്ട്. അപ്പം മടിച്ചിരിക്കാതെ വിളിക്കുക. സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിലും അയക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ.
വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് പങ്കെടുക്കാം. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ 8086011443 എന്ന നമ്പറാണ്. ഇതിലോട്ടൊരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഒറ്റ നമ്പർ മാത്രമേ അയക്കാവുള്ളൂ. മൾട്ടിപ്പിൾ നമ്പേഴ്സ് ബുദ്ധിപരമായിട്ട് എല്ലാ നമ്പറും അയച്ചേക്കാം. ഏതെങ്കിലും ഒന്ന് കിട്ടിയാലോ എന്നൊന്ന് വിചാരിച്ച് അയച്ചു കളയരുത്. ഒരൊറ്റ നമ്പറേ പറയാവുള്ളൂ. ഓക്കെ, സോ യെസ്, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? ഹലോ ഹലോ മാത്രം പറഞ്ഞിട്ട് എവിടെ പോയി? ആരാണിത്? എന്തോ? ജയശ്രീ. എവിടുന്നാ വിളിക്കുന്നേ? അയ്യോ, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഒന്നും കൂടെ പറയൂ. കണ്ടല? പന്തളം. ഓക്കെ, പന്തളം. യെസ്, വീട്ടിൽ ആരൊക്കെയുണ്ട് ജയശ്രീ? അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ. എന്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണോ അതോ വലുതായോ? ഒരാൾ 5 പഠിക്കുന്നു. ഒരാൾ 5 പഠിക്കുന്നു, ഒരാൾ അംഗൻവാടി. ഓക്കെ. സൺഡേ എന്താണ് പരിപാടി? എല്ലാരും ഉണ്ടല്ലോ വീട്ടില്? എല്ലാരും ഉണ്ട്. എവിടെങ്കിലും ഒക്കെ പോവാൻ പ്ലാൻ ഉണ്ടോ? ചേച്ചിയുടെ മോനും ഒക്കെ ഇവിടെ ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് വന്നതാണോ? ആണ്. ഓക്കെ, അപ്പോ ഇന്ന് എന്താണ് പരിപാടി എല്ലാരും ഉള്ള സ്ഥിതിക്ക്? ഒന്നുമില്ല. എന്താ സ്പെഷ്യൽ ഉച്ചക്ക്? ചോറ് വെച്ചുള്ളൂ. ഒരു ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ. നവരാത്രി ആയണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഏതാണ് നമ്പർ? സെലക്ട് ചെയ്തോ നമ്പർ? 41 അല്ലേ? 41 ഇവിടെ ഇരിപ്പുണ്ട്. 41ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ? നെഹി ഇല്ല കേട്ടോ. സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, സോ സ്വർണം കിട്ടിയിട്ടില്ല. നമുക്കിനി അടുത്ത കോളറിന് കിട്ടുമെന്ന് നോക്കാം. ഹലോ, ഹായ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? രാജി, പാലക്കാട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് രാജി? വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്. 2 മക്കള്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് വർക്ക്ഷോപ്പ്. രാജി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. ചെറുതായി കൃഷിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ. ചെറിയ കൃഷിപ്പണി? അതെ. വീടിന് ചുറ്റിനുമാണോ? വീടിന് ചുറ്റും കൃഷിയുണ്ട് കുറച്ച്. ആണോ? എന്ത് കൃഷിയാ ഉള്ളേ? കൂർക്ക, വഴുതന, വണ്ട, അങ്ങനെ ചെയ്യാം. വീട്ടാവശ്യത്തിനുള്ളത്. പിന്നെ കൂർക്ക നെല്ലൊക്കെ കൊടുക്കും. കൂർക്ക മാത്രം വിൽക്കും അല്ലേ? കൂർക്ക, നെല്ല് അതെല്ലാം വിൽക്കും. നെല്ലുണ്ട്, നെൽകൃഷിയുണ്ട്. നെൽകൃഷിയുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കി നടത്തുന്നതാണ് അല്ലേ? അതെ. ഓക്കെ, അടിപൊളി. സോ യെസ്, ഏതാണ് നമ്പർ? 21ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ 21 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സാരമില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ബൈ. യെസ്, ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിന്നറിനെ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിന്നേഴ്സിനെ കിട്ടണം. പക്ഷെ നമുക്ക് ചെറിയൊരു ബ്രേക്കിലോട്ട് പോവാം. എന്തായാലും ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, നമ്മുടെ സ്വർണ്ണവർഷം
എന്ന് പറയുന്ന പ്രോഗ്രാം ഈ ബ്രേക്ക് കഴിഞ്ഞ് വന്നവർക്ക് വേണ്ടിയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വർണ്ണം നേടാനുള്ള ഒരു പ്രോഗ്രാമാണ്. എങ്ങനെ? ഈ ഇരിക്കുന്ന നമ്പേഴ്സ് കണ്ടില്ലേ, ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും നമ്പർ നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇനി അത് ഗോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. എന്നാലും ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് ബോക്സസ് ഒക്കെ ഓൾറെഡി വിളിച്ച് ക്ലോസ് ആയി കഴിഞ്ഞു. അതിൽ ഒരു വിന്നറിനെ നമുക്ക് ഓൾറെഡി കിട്ടി. എനിക്കൊന്ന് വളരെ കുറച്ച് ബോക്സസ് തുറന്നപ്പോൾ തന്നെ ഒരു വിന്നറിനെ കിട്ടി എന്നുള്ളതാണ്. പാർവതിയാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ. അപ്പോൾ ഇനിയുള്ള വിന്നേഴ്സ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാം. എന്തായാലും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. എങ്ങനെ? വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിട്ട് അയക്കാം. 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. സോ എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ. ഹലോ, നമസ്കാരം. ധാരാണ്? എൻ്റെ പേര് അഭിരാമി. അഭിരാമി എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം. കൊല്ലം. എന്താ ചെയ്യുന്നത് അഭിരാമി? ഒന്നും ചെയ്തില്ല, ഹൗസ് വൈഫാ. ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, പപ്പ, അമ്മ, എൻ്റെ മോള്, പിന്നെ ചേച്ചിയുടെ 2 മക്കള്. ചേച്ചിയുടെ 2. അപ്പം മൊത്തം 3 പിള്ളേരുണ്ട് അല്ലേ? ആ, ഒരു നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ നിൽക്കുന്നത്? അതെ. അപ്പൊ പിള്ളേരൊക്കെ ഭയങ്കര ബഹളമാണോ? അല്ല, എൻ്റെ മോള് ഓടിയ 2 മാസമായതേ ഉള്ളൂ. ചേച്ചിയുടെ മക്കള് ബഹളവും ഭയങ്കര കിടക്കുക. ആണല്ലേ? 2 മാസമേ ആയുള്ളൂ കുഞ്ഞുവാവ. ആ, ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യാ? കുഞ്ഞുവാവ ഉറക്കമായോ? ആ, ഉറക്കമായി. കുളിച്ചു കഴിഞ്ഞ് ഉറങ്ങിയല്ലേ? ആ, ഓക്കെ. സോ യെസ്, ഏതാണ് നമ്പർ? 45. 45 അല്ലേ? 45 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ, ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി, സമ്മാനം അടിച്ചിരിക്കുകയാണ്. വിചാരിച്ചോ കിട്ടുംന്ന് വിചാരിച്ചോ? ഇല്ല, ഒട്ടും വിചാരിച്ചില്ല അല്ലേ? എന്തായാലും യെസ്, ഇന്ന് ദേ വളരെ കുറച്ച് ബോക്സസേ തുറന്നുള്ളൂ. അതിൽ ദേ 2 വിന്നേഴ്സിന് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഒന്നും കൂടെ കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക കേട്ടോ. താങ്ക് യു, ബൈ. എന്തായാലും നമുക്ക് രണ്ടാമത്തെ വിന്നറിനെയും കിട്ടി. കമോൺ, ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിട്ട് നമുക്ക് ഓരോരോ വിന്നേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് ആദ്യമേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിന്നേഴ്സ് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ. ഇപ്പോൾ ഈ 45 എങ്ങനെയാണ് സെലക്ട് ചെയ്തത് നമുക്ക് അറിയില്ല അല്ലേ? ചിലപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് ഈ നമ്പറിൽ ഉണ്ടാവുമോ, ഞാൻ ഒന്ന് പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവിടെ ഇന്ന് വിചാരിച്ചിട്ടുണ്ടാവും 45 ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ, വിളിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വിളിച്ച ആൾക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ മടിക്കാതെ വിളിക്കുക. അതുപോലെ തന്നെ വാട്സപ്പിലോ അയക്കാം. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ, ഹായ്. ഇതാരാണ്? സൗപർണിക. സൗപർണിക പോത്തി സ്വർണ്ണ മഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്ന സൗപർണിക? കൊല്ലം. കൊല്ലം. വീട്ടിലാരൊക്കെ ഉള്ളത്? അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ, പിന്നെ അമ്മാമ്മയുണ്ട്. അമ്മാമ്മയുണ്ട്. എന്താ ചെയ്യുന്നേ? ഞാൻ BCA പഠിക്കുന്നു. BCA. ഓക്കെ. ചേട്ടനോ? ചേട്ടൻ ജോബായി, ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആണ്. ഓക്കെ. ചേട്ടൻ്റെ അതേ പാതയിലോട്ട് പോകാനാണ് താല്പര്യം? ഓക്കെ. സോ യെസ്, പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ യെസ്, എന്തായാലും നമ്മുടെ നമ്പർ ഏതാണ്? 28. ഓക്കെ. ഇതിന് പുറമെ എന്താണ്? പാട്ട് പാടുമോ? പാട്ട് അങ്ങനെ പാടത്തില്ല. ഇല്ലല്ലേ? എന്തായാലും നമുക്ക് 28 ഓപ്പൺ ചെയ്യാം. 28ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 28ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, നെക്സ്റ്റ് ടൈം ലക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു, ബൈ. ബൈ. ഓക്കെ. അപ്പോൾ കിട്ടിയിട്ടില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. നമുക്ക് എന്തായാലും അടുത്ത ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, ഹായ്. ഇതാരാണ്? അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ. ആദ്യം ചെയ്യേണ്ടത് ടിവിയുടെ വോളിയം കുറയ്ക്കണം. കുറച്ചു. ഓക്കെ. അനന്തകൃഷ്ണൻ എവിടുന്നാ വിളിക്കുന്നേ? പാറശാല. എത്രാം ക്ലാസ്സിലാണ് അനന്തകൃഷ്ണൻ? ഞാൻ 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിലാണ്. ടിവിയുടെ വോളിയം കുറച്ചില്ല അല്ലേ? എപ്പോഴും കുറച്ചായിരുന്നു, ഞാൻ പിന്നെ അങ്ങോട്ട് മാറിയിരിക്കാം. അതാണ്. ഓക്കെ. അനന്തകൃഷ്ണൻ പാടും അല്ലേ? ഇല്ല. പിന്നെ എന്താണ് അനന്തകൃഷ്ണന്റെ സ്പെഷ്യൽ ടാലന്റ്? കഥയൊക്കെ എഴുതാൻ പോവും. സമ്മാനമൊക്കെ കിട്ടാറുണ്ടോ?
ഓ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഈ കഥ എഴുത്തിലോട്ട് ഇത്ര ഇൻട്രസ്റ്റ് വരുന്ന? പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ഇല്ല, അപ്പൊ കിട്ടുന്ന കഥയൊക്കെ അങ്ങ് എഴുതും. എഴുതും അല്ലേ? മനസ്സിൽ ഭാവനയുണ്ട് ഒരുപാട് അല്ലേ? ഓ ഓക്കെ, എന്തായാലും നമുക്ക് നമ്പർ ഏതാന്ന് സെലക്ട് ചെയ്യാം. ഏതാണ് നമ്പർ? 17. 17. നമുക്ക് നോക്കാം 17ൽ ഗോൾഡ് ഉണ്ടോ എന്ന്. ഓക്കെ, 17ൽ നോക്കാം. അനന്തകൃഷ്ണന് ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ. അടിപൊളി. അവിടെ എന്തായിരുന്നു ഒരു ബഹളം? സന്തോഷം അല്ലേ? എക്സൈറ്റഡ് ആയി. എനിക്ക് വയ്യ, ആ ബഹളമൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും അടിപൊളി. ആരൊക്കെ കണ്ടു അനന്തകൃഷ്ണൻ വിൻ ചെയ്യുന്നു വീട്ടില്? എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? എനിക്ക് വയ്യ. ഇന്നത്തെ ദിവസം അനന്തകൃഷ്ണന് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഡേ ആണ്. എന്തായാലും സമ്മാനമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ചെലവ് ചെയ്യാൻ പറയണം കേട്ടോ അച്ഛനോട്. ഓക്കെ, ഗോൾഡ് അയച്ചു തരും, വീട്ടിലോട്ടെത്തും, കൊറിയർ ആയിട്ട് എത്തും കേട്ടോ. താങ്ക് യു, ബൈ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വിന്നറിനെയും കിട്ടിക്കഴിഞ്ഞു. യെസ്, ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ദിവസം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വിന്നേഴ്സിന് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നോക്കിയിരിക്കാതെ പെട്ടെന്ന് വിളിക്കാം. ചില ആൾക്കാർ വിചാരിക്കും ലാസ്റ്റ് വിളിക്കാം, ഏകദേശം കുറേ ബോക്സസ് ഒക്കെ ക്ലോസ് ആയതിനു ശേഷം വിളിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടാവും. അങ്ങനെ മണ്ടത്തരം കാണിക്കരുത്. ചിലപ്പോൾ നേരത്തെ ഗോൾഡ് പോവും, ചിലപ്പോൾ ഏറ്റവും അവസാനമായിരിക്കും. അങ്ങനെയാണ്, മിക്സഡ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു മടി കാണിക്കാതെ പെട്ടെന്ന് തന്നെ വിളിക്കാം. പിന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാം 8086114443 എന്ന നമ്പറിലോട്ടാണ് അയക്കാൻ പറ്റുന്നത്. 12:45 വരെ മാത്രമേ വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ നമ്പറിലോട്ട് കോൾ ചെയ്യരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, നമസ്കാർ. നമസ്കാരം. ഇതാരാണ്? സോണി എവിടെ നിന്നാ വിളിക്കുന്നേ? ഇതിന് മുന്നേ വിളിച്ചിട്ടുള്ള സോണിയാണോ? അതെ അതെ. ഓക്കെ, സോണി എന്തായിരുന്നു ചെയ്തിരുന്നേ? എന്താണ്, വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? പപ്പ, അമ്മ, പപ്പാട് പെങ്ങളുണ്ട്. ഓക്കെ, എല്ലാരും ഉണ്ടല്ലേ. എന്താണ് സൺഡേ പരിപാടി? സൺഡേയില് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓക്കെ, സോ യെസ്, ഏതാണ് നമ്പർ? 65. 65. യെസ്, 65ൽ ഗോൾഡ് ഉണ്ടോ സോണിക്കെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ 65 ഗോൾഡ് ഉണ്ടോ? ഓപ്പൺ. ഉപ്സ്, ഇല്ല. ഷോ, സാരമില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. സോ സോണിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ഇതുവരെ 3 വിന്നേഴ്സ് ആയി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ആ നമ്പർ, മനസ്സിലൊരു നമ്പർ ഇപ്പോൾ തെളിഞ്ഞു വന്നില്ല, ആഹാ ഐശ്വര്യമുള്ള നമ്പർ, പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. 2 ഹലോ ഞാൻ കേട്ടല്ലോ. ഒന്ന് വൈഫ്, ഒന്ന് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഹലോ. അത് കൊള്ളാലോ. എന്താണ് പേര്? ശശി. വൈഫിന്റെ പേരോ? കല. ഓക്കെ, രണ്ടുപേരും അടിപൊളിയാണല്ലോ. ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി അവിടെ. അതെ. സ്പീക്കറൊക്കെ ഇട്ട് ഒരുമിച്ച് സംസാരിക്കാം അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത് നിങ്ങളുടെ? ആണ്. മോളുണ്ട്. മോളുടെ സൗണ്ട് കേട്ടില്ലല്ലോ. ഓക്കെ, UK-യിലുള്ള മകളുടെ അമ്മയും അച്ഛനും ആണോ? അപ്പൊ ഞാൻ സൗണ്ട് കേട്ടപ്പോ ഞാൻ വെച്ചു കൊച്ചിപ്പോ ന്യൂലി മാരീഡ് ഒരു കുഞ്ഞു വാവയൊക്കെ ഉള്ള ഒരു അമ്മയും അച്ഛനായിട്ടാ തോന്നി. ആണോ? നിങ്ങളുടെ എനർജി ഭയങ്കര യങ്സ്റ്റേഴ്സിന്റെ എനർജി കേട്ടോ രണ്ടുപേർക്കും. കിട്ടുന്നില്ല അല്ലേ? എന്തായാലും ഇത്തവണ കിട്ടിയല്ലോ. ഹാപ്പി ആയോ കിട്ടിയപ്പോ? ഹാപ്പിയാണ്. ഇനി സ്വർണം കൂടെ കിട്ടിയാ മതി അല്ലേ? കോള് കണക്ട് ആയല്ലോ, അത് മതി. ഇന്ന് എന്താണ് സൺഡേ പരിപാടി? ഭാര്യയും ഭർത്താവും കൂടെ. ഇനിയിപ്പോ വലിയ പരിപാടിയൊന്നും ഇല്ല. ഫുഡ് കഴിക്കുക, 1:30 ഫുഡ് കഴിക്കും. എല്ലാരും ഷാർപ്പ് ടൈമിംഗ് ആണ് അല്ലേ? 1:30 ഫുഡ് കഴിക്കും. അമ്പലത്തിലോട്ട്. ഓക്കെ സെറ്റ്.
വടക്കുന്നാഥ ക്ഷേത്രോ? ഇതേ പറയുന്നത്. ആ ഞങ്ങൾ ടൗണിലാണ് താമസിക്കുന്നത്. ടൗണിലാണ്, കോട്ടപ്പുറം. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവാം അല്ലേ ആ ഇവിടെയൊക്കെ? ഓക്കെ ഓക്കെ, അടിപൊളി. സോ യെസ്, ഏതാണ് നമ്പർ? നമ്പർ പറയൂ. പറയൂ. 57. 57. 57. അത് പോയില്ലേ? അത് പോയിട്ടില്ല. ഉണ്ട്. പോയിട്ടില്ല. ഉണ്ട്. 57 കൺഫേം ചെയ്യാണ്, തുറക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, 57ൽ ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. ഹലോ, ഇപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ മറ്റേ നമ്പർ പറയാൻ, അതല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം. കിട്ടിയിട്ടില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇതുപോലെ വിളിക്കണേ രണ്ടുപേരും കൂടെ. താങ്ക് യു, ബൈ. ഓക്കെ, ബൈ. ശരിക്കും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, അടിപൊളിയായിട്ട് ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നവർ വിളിക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് എക്സ്ട്രാ ആണ്. അടിപൊളി. ഇങ്ങനെ തന്നെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കണം രണ്ടുപേരും കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? ഹലോ ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, വീണ്ടും ഹലോ. ഞാൻ പേര് പ്രിയ. പ്രിയ ഇപ്പം TV ശ്രദ്ധിച്ച് സംസാരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ കേൾക്കാതെ പോകുന്നത്. ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കോ? ഞാൻ TV-യിലെ ശ്രദ്ധിക്കുന്നുള്ളൂ, ഫോണിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക കട്ടായി കേട്ടോ. എന്തായാലും അപ്പോൾ TV ശ്രദ്ധിച്ചിരുന്നോളൂ അവിടെ. ഇല്ലെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യും, ചിലപ്പോൾ കിട്ടാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ കോളർ കട്ടായി പോയി. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ കോൾ ചെയ്ത് നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലും അയക്കാം. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ 8086011443. ഈ നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഇത് അയക്കുക. ഒരൊറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. 12:45 വരെ നമുക്ക് സമയമുള്ളൂ. പിന്നെ 12:45 ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വിന്നനെ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ. പിന്നെ നമ്മൾ കോളറിലൂടെ എടുക്കാത്ത ബോക്സസിൽ സ്വർണ്ണമുണ്ട്, നിങ്ങൾ അയച്ച നമ്പറിൽ സ്വർണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാട്സപ്പിലും അയക്കുക, അതിനോടൊപ്പം തന്നെ വിളിച്ചും കൂടെ പങ്കെടുക്കാം. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? നമസ്കാരം, ഇത് വേണുഗോപാൽ, ആലപ്പുഴയിൽ നിന്ന്. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ഇപ്പോൾ ഭാര്യയും ഭാര്യയുടെ അമ്മയും മാത്രമേ ഉള്ളൂ. മകളും കുടുംബവും ഒക്കെ ഹൈദരാബാദാണ്. അവിടെയാണ് ജോലി അല്ലേ? അതെ. ഓക്കെ, മകളും കുട്ടികളൊക്കെ ആയോ മകൾക്ക്? മകളുടെ മകൻ 12ൽ പഠിക്കുന്നു. 12ൽ പഠിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് മോള് വേണേ എന്നെ അപ്പൂപ്പാന്ന് വിളിച്ച കുഴപ്പമൊന്നുമില്ല. ഓ സാരമില്ല, നമ്മൾ ചേട്ടാന്ന് വിളിക്കുമ്പോൾ കുറച്ച് യങ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാലോ അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഏതാണ് നമ്പർ? ഞാന് 54. 54 അല്ലേ? 54ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 54 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. പോട്ടെ, സാരമില്ല, ഇനിയും വിളിക്കണേ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കുമ്പോൾ 3 വിന്നേഴ്സിനെ നമുക്ക് കിട്ടി. ഇനിയും വിന്നേഴ്സ് വരാനുണ്ട്, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നമ്പേഴ്സ് ഒരുപാട് ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ മടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇന്നത്തെ സൺഡേ ഒരു ലക്കി സൺഡേ ആക്കണ്ടേ, സ്വർണത്തിന്റെ സൺഡേ ആക്കണ്ടേ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹായ്, ആരാണ്? എന്തോ? ഗോപിനാഥൻ നായർ അല്ലേ? ചേട്ടാ TV-യുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ, എനിക്ക് എന്റെ ശബ്ദം തന്നെ ഇങ്ങോട്ട് കേൾക്കാം. ഓക്കെ ചേട്ടാ, എവിടെയാണ് സ്ഥലം? എന്തോ? ഹലോ, കട്ടായി പോകുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നു പറയുന്നത്. ഒന്നും കൂടെ ഒന്ന് പറയോ ക്ലിയർ ആയിട്ട്? മുരിക്കുംപുഴ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? 3 മക്കള്, അവരെ മരുമക്കള്, അവരെ ഭാര്യമാര്, കുട്ടികൾ എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഒരുമിച്ചാണോ താമസിക്കുന്നത്? കൂട്ടുകുടുംബമാണോ? ഒരുമിച്ച് കൂട്ടുകുടുംബം തന്നെ. ആഹാ, അടിപൊളി. മൊത്തത്തിൽ ബഹളമായിരിക്കും അല്ലേ അവിടെ? ഓക്കെ ചേട്ടാ, ഏത് നമ്പറാ സെലക്ട് ചെയ്തിരിക്കുന്നേ? ഏത് നമ്പറാ സെലക്ട് ചെയ്തേ? എന്തോ?
എന്തോ 47. 47 അല്ലേ? 47. ഓക്കെ ഓക്കെ. സോ നമ്പറിൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 47ൽ ഗോൾഡ് ഉണ്ടോ? കമോൺ തുറക്കൂ സിസേ. ഇല്ല ഇല്ല കേട്ടോ, സാരമില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ശരി കേട്ടോ, ശരി. അപ്പോൾ ഗോൾഡ് കിട്ടിയിട്ടില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു 3 മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കുമല്ലേ. ഇപ്പോൾ ഒന്നും ശരിക്കും അങ്ങനെ നമുക്ക് കൂട്ടുകുടുംബം ഒന്നും കാണാൻ പറ്റാറില്ല അല്ലേ. സിംഗിൾ ഫാമിലീസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിലിങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നു എന്നൊരു അത്ഭുതം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറവാണ് അല്ലേ. സോ യെസ്, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, ആരാണിത്? ബിന്ദു. ബിന്ദു എവിടുന്നാ വിളിക്കുന്നേ? ഏറ്റുമാനൂര്. ഏറ്റുമാനൂർ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ബിന്ദു? വീട്ടില് എല്ലാരും ഉണ്ട്. അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ചേച്ചി, ചേട്ടൻ എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഓക്കെ. ബിന്ദു വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആണ്. ഓക്കെ. ഏത് നമ്പറാ ബിന്ദു സെലക്ട് ചെയ്തേ? 34. 34 അല്ലേ? 34ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 34. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, അതാണ്. ഓക്കെ, താങ്ക് യു, ബൈ. സോ യെസ്, ബിന്ദുവിനും കിട്ടിയിട്ടില്ല. പിന്നെ ആർക്കാണ് കിട്ടാൻ പോകുന്നത്? അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ആവാഹിക്കണം ഏത് നമ്പർ വേണം എന്ന്. മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. അതേ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യല്ലോ. നമ്പർ സെലക്ട് ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അതിൽ ഏതാണ് ഇന്നത്തെ നമ്മുടെ ലക്കി നമ്പർ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക, വിളിച്ച് പറയുക. ഓക്കെ. അത് ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കും, ചിലപ്പോൾ ആനിവേഴ്സറി ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരിക്കാം, കുട്ടിയുടെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലക്കി നമ്പർ ആയിരിക്കാം, എന്തുവേണമെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ റോൾ നമ്പറും ആയിരിക്കാം. ഓക്കെ. സോ പെട്ടെന്ന് തന്നെ വിളിക്കുക, പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ഇതാരാണ്? സീന. അസീന. ഓക്കെ. എന്താ ചെയ്യുന്ന അസീന? ഹൗസ് വൈഫാ. എവിടെ സ്ഥലം? സ്ഥലം നിലമ്പൂര്. മലപ്പുറം ജില്ല. നിലമ്പൂര്. എന്താണ് സൺഡേ ആയിട്ട് പരിപാടി അസീനയുടെ? പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടില് കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ എത്രയായി? ഒരാള് +2, ഒരാള് +1. +1ഉം +2 ആയതുകൊണ്ട് കുഴപ്പമില്ല, അവര് തനിയെല്ലാം ചെയ്യുമല്ലോ അല്ലേ. അതുകൊണ്ട് വലിയ പണിയില്ല എന്നൊക്കെ. സഹായിക്കോ രണ്ടുപേരും? ഇല്ല, ഒന്നും ചെയ്യില്ല അല്ലേ. ചെയ്യാനൊക്കെ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും പറയാറില്ല അല്ലേ. പിള്ളേരായതുകൊണ്ടൊന്നും സഹായിക്കാൻ കൂടില്ല. ആമ്പിള്ളേരെയും കൂടെ പഠിപ്പിക്കണം കേട്ടോ. ഓക്കെ. സോ ഏതാണ് നമ്പർ ചേച്ചി? നമ്പർ 11. 11ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുറക്കട്ടെ. അയ്യോ ഇല്ല കേട്ടോ, കിട്ടിയിട്ടില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ. സോ യെസ്, നമുക്ക് ഇത്രയും നേരം നോക്കുകയാണെങ്കിൽ 3 പേരെയാണ് വിന്നേഴ്സായിട്ട് കിട്ടിയത്. അപ്പോൾ ഇനിയും വിന്നേഴ്സിനെ കിട്ടണം. അപ്പോൾ വിന്നേഴ്സിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് നമ്പർ പറഞ്ഞാൽ മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാം. വാട്സപ്പിൻ്റെ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനി ഒരു കുറച്ച് നേരം കൂടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ അയച്ചോളൂ. 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. ഓക്കെ. തീരുന്നതിന് മുന്നേ അയക്കുക. 12:45 വരെയാണ് ടൈം ഉള്ളത്. സോ യെസ്, പെട്ടെന്ന് അയക്കുക. ആ നമ്പറിലോട്ട് വിളിക്കാണ്ടിരിക്കുക. ഓക്കെ. സോ വാട്സപ്പിൽ വിളിക്കാണ്ടിരിക്കുക. വീണ്ടും കോൾ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ പറയുന്നത്. വാട്സപ്പിൽ വരുന്നു. വൈ ഹൗ കം? എത്ര തവണ പറഞ്ഞു നിങ്ങളോട് വിളിക്കരുത് എന്ന് വാട്സപ്പിലോട്ട്? വാട്സപ്പ് നമ്പർ എന്ന് പറയുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കോൾ ചെയ്യാൻ നിങ്ങൾക്ക് വേറെ നമ്പർ ഉണ്ട്. വാട്സപ്പിൽ അയക്കേണ്ടത് 8086011443 എന്ന നമ്പറിലോട്ടാണ്. പേര്, നിങ്ങളുടെ സ്ഥലപ്പേര്, അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ. ഇതിലിപ്പോൾ ഓപ്പണായ നമ്പറൊന്നും അയക്കേണ്ട, അല്ലാത്ത നമ്പേഴ്സ് അയക്കുക. കാര്യം ഓപ്പണായി വിൻ ചെയ്ത നമ്പറിൽ നിങ്ങൾക്ക് കിട്ടില്ല. അല്ലാണ്ട് ഉള്ള ബോക്സസ് നിങ്ങൾ അയച്ചിട്ടുണ്ട്, സ്വർണ്ണം ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്വർണ്ണം കിട്ടും. അപ്പോൾ അത് നമ്മൾ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും അനൗൺസ് ചെയ്യുന്നത് വാട്സപ്പ് വിന്നേഴ്സിനെ. കോളേഴ്സിന് പക്ഷേ എത്രയും പെട്ടെന്ന് വിളിക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിൻ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിളിക്കുക. പിന്നെ നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമ്മാനം സ്വർണ്ണമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? എന്തോ
അശോകൻ അല്ലേ? ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലം. കൊല്ലം. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? ഇത് ഭാര്യയുണ്ട്, ആ. ഞാനുണ്ട്, എൻ്റെ ഒരു എന്തോ? മകളുണ്ട്. മകളും ഉണ്ട്. ഓക്കെ, മകൾ എന്താ ചെയ്യുന്നേ? അതൊന്നും ചെയ്യില്ല. ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. സോ ഏതാണ് നമ്പർ? നമ്പർ 70. 70. 70 ഏറ്റവും ലാസ്റ്റ് നമ്പറാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ 70ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ ഗോൾഡ് ഉണ്ടോ 70? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, തവണ കിട്ടിയിട്ടില്ല, അടുത്ത തവണ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. സോ യെസ്, കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത കോളറിന് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഹലോ, നമസ്കാരം. ധാരാണ്? പത്മകുമാരി. പത്മകുമാരി. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ? പറയകാട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡും ഉണ്ട്, ഞാനും ഉണ്ട്. സ്വർണ്ണമൊക്കെ ഇഷ്ടമാണോ? എന്താ? സ്വർണ്ണം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. വാങ്ങിക്കാറൊക്കെ ഉണ്ടോ? വാങ്ങിക്കാറുണ്ട്. വാങ്ങിക്കാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ. സ്വർണത്തിന്റെ ഒക്കെ വില കൂടി കൂടി പോവാ അല്ലേ? അതെ അതെ അതെ. എന്തായാലും സമ്മാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഏതാണ് നമ്പർ? 29. 29. ഓക്കെ, 29 ഓപ്പൺ ആക്കിയിട്ടില്ല. നമുക്ക് നോക്കാം 29ൽ ഗോൾഡ് ഉണ്ടോ എന്ന്. ഉണ്ടോ 29 ഗോൾഡ്? തുറന്നു നോക്കട്ടെ. ഇല്ല, സോറി, സ്വർണ്ണം ഇല്ല കേട്ടോ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. സോ ഇതുവരെ 3 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. 3 പേരെ വിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വിന്നേഴ്സ് വേണം. നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ പറയുക. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ആദിത്യ. ആദ്യ. ആദിത്യ. ആദിത്യ. എവിടെ നിന്നാണ് വിളിക്കുന്നത് ആദിത്യ? ഇത് കൊല്ലം. കൊല്ലത്തുനിന്നാണ്. വീട്ടിലാരൊക്കെയുണ്ട് ആദിത്യയുടെ? അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ 3 സഹോദരങ്ങളുണ്ട്, വല്യച്ഛനുണ്ട്, അച്ഛനുണ്ട്. 3 സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ 4 പേരാണ്? ആണ്. എത്ര ക്ലാസ്സിലാ? ആദിത്യ എത്ര ക്ലാസ്സിലാ? ഞാൻ +1. ബാക്കി 3 പേരുടെ പേരെന്തൊക്കെയാ? ആര്യ, സഞ്ജയ്, സഞ്ജന. എത്ര ക്ലാസ്സിലൊക്കെയാ? ഒരാൾ 8ല്, ഒരാൾ 9ല്, ഒരാൾ 6ല്. അപ്പം വല്യേട്ടനാണ് ഈ വിളിക്കുന്നത്. എന്റെ അമ്മോ, അപ്പൊ വല്യേട്ടന് പവർ ഉണ്ടോ ആ വീട്ടിൽ? പവറൊന്നുമില്ല. പവർ ഇല്ലേ? വല്യേട്ടനല്ലേ, പവർ വേണ്ടേ? അപ്പൊ അവരൊക്കെയാ അവർക്ക്. എന്താ? എന്നെക്കായി അവരാ വലുത്, എന്നെക്കായി അതൊക്കെ അവർക്കാ. ആണല്ലേ? അത് തോന്നലാന്ന് എനിക്ക് തോന്നുന്നത്. പവർ വല്യേട്ടൻ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആരും അടുത്ത് വരില്ല. അത് ശരിയാ, ഇറക്കാതെ വെച്ചേക്കല്ലേ? സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോവാണ്. നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടോ? 4 പേരുള്ളതുകൊണ്ട് ചോദിക്കാം. ഇടയ്ക്കിടയ്ക്ക്. എന്തിനാ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്? വെറുതെ കാരണമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഒക്കെ, സ്വീറ്റ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ വഴക്കുണ്ടല്ലേ? എന്താ നിങ്ങൾ എങ്ങനെയാ അത് വീതിച്ചെടുക്കുന്നത്? ഈക്വൽ ആയിട്ട് സ്കെയിലൊക്കെ വെച്ച് അളന്നെടുക്കും? അമ്മ വീതിച്ചു തരും അല്ലേ? ഇല്ലെങ്കിൽ അവിടെ വേളമായിരിക്കും. ആദ്യത്തെ പാട്ട് പാടുവോ? ഇല്ലേ? ഇറങ്ങി ഓടുവോ? സൗണ്ട് കിട്ടുമ്പോ ഞാൻ വെച്ച് പാടുന്നു. എന്താണ് ആദിത്യയുടെ സ്പെഷ്യൽ ടാലന്റ്? അങ്ങനൊന്നുമില്ല. എഴുതൊക്കെ ചെയ്യും. ഇപ്പൊ എഴുതത്തില്ലേ? എഴുത്ത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഓക്കെ, ഏത് നമ്പർ ആദിത്യ? 23. 29 പോയി. 29 കുറച്ച് 23 ആണോ പറഞ്ഞത്? 23. യെസ്, 23 നമുക്ക് നോക്കാം. 23ൽ ഗോൾഡ് ഉണ്ടോന്ന്. ആദിത്യക്ക് ഗോൾഡ് ഉണ്ടോന്ന് നോക്കണമല്ലോ. 23 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ ആദിത്യ. സാരമില്ല, പോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ടാറ്റ. ടാറ്റ.
എന്തായാലും ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞു. 12:45 വരെ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അതിൽ നിന്നായിരിക്കും നിങ്ങൾ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്നത്. പക്ഷെ കോൾ ചെയ്യാനുള്ള അവസരം ഇനിയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക, പങ്കെടുക്കുക. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഹലോ, ആരാണിത്? എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഗിരീഷ്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? പന്തളം അല്ലേ? ഓക്കെ, ഗിരീഷിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് വൈഫ്, മോള്, ഞങ്ങൾ 3 പേര്. അപ്പൊ മോള് പ്രസവിച്ചെടുക്കാം. കുഞ്ഞു വാവയ്ക്ക് എത്രയായി? കുഞ്ഞു വാവ 3-4 ദിവസമേ ഉള്ളൂ. 5 ദിവസമേ ഉള്ളൂ അല്ലേ? ഓ, അടിപൊളി. ഓക്കെ 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 ഓക്കെ. അപ്പോൾ യെസ്, എന്താണ്, ഏത് നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? 67. 67. ഓക്കെ, 67 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ 67 ഗോൾഡ് ഉണ്ടോ? ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. സോ യെസ്, അപ്പോൾ ദേ ഇത്രയും നേരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേർക്കാണ് നമുക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് ആവാം അല്ലേ? അപ്പോൾ നമ്മുടെ സ്വർണ്ണവശത്തിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ അതേ പെട്ടെന്ന് ആയിക്കോട്ടെ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിനി വിന്നേഴ്സിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിളിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും തന്നെ മടിക്കണ്ട. ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് വിളിക്കണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ആ ടൈം. വിളിച്ചോളൂ, കമോൺ, പെട്ടെന്ന് തന്നെ വിളിക്കുക, പങ്കെടുക്കുക, സ്വർണം നേടുക. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, വെൽക്കം ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ധാരാണ്? ശ്രുതി. എവിടെ നിന്ന് വിളിക്കുന്നു ശ്രുതി? എന്തോ? കുന്നംകുളം. വീട്ടിൽ ആരൊക്കെയുണ്ട്? 2 കുട്ടികള്. എല്ലാരും ഉണ്ട്. ഇന്ന് എന്താണ് സൺഡേ സ്പെഷ്യൽ? പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലേ? സാരമില്ല, നമുക്കിന്ന് സ്വർണം കിട്ടുമ്പോൾ സ്പെഷ്യൽ ആക്കാം. ഓക്കെ, സോ ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? പെട്ടെന്ന് 61 പോയി. 61 പോയി ഓൾറെഡി. സെലക്ട് ചെയ്തോളൂ. 30s കുറെ നമ്പർ ഉണ്ട്, 50s നമ്പർ ഉണ്ട്. ഏത് എല്ലാത്തിലും സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. സ്ക്രീനിൽ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തോളൂ പെട്ടെന്ന്. 19. 19ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 19 ഗോൾഡ് ഉണ്ടോ? 19. അയ്യോ, നെഹി ഗോൾഡ് ഇല്ല കേട്ടോ. ഓക്കെ, ചെറിയൊരു വിഷമം പോലെ. വിഷമിക്കണ്ട, അടുത്ത തവണ കിട്ടും. ഓക്കെ, താങ്ക് യു, ബൈ. സോ യെസ്, 3 വിന്നേഴ്സ് ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വിന്നർ ആരാന്നറിയില്ല. എന്തായാലും മേ ബി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും വിന്നർ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ നിഷ. നമസ്കാരം, നിഷയാണ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത് നിഷ? പൂജപ്പുര. എന്താ ചെയ്യുന്നേ? ഞാൻ അംഗനവാടി വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇന്നും ഇല്ലല്ലേ? അവധിയല്ലേ? അവധിയാണ്. ഓക്കെ, അപ്പൊ നവരാത്രി പൂജ വെപ്പ് അതിനൊക്കെ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയോ? പൂജവെപ്പ് അവധിയില്ല. 2 ദിവസം
അവധി മാത്രമേ ഉള്ളൂ. അവധിയില്ല അല്ലേ? ഇല്ല. ഫ്രൈഡേ അവധിയില്ല അംഗനവാടിക്ക്? ഇല്ല, വെള്ളിയാഴ്ച അവധി ഇല്ല. ഇല്ല അല്ലേ? തന്നില്ല. ഓക്കെ ഓക്കെ. മാത്രമേ. ആഹാ. ഏതാണ് നമ്പർ ചേച്ചി സെലക്ട് ചെയ്തേ? 83. എത്ര? 83. 83 ഇല്ല, 83 ഇല്ല, 70 വരെ നമുക്കുള്ളൂ. 53 അല്ലേ? 53. ഓക്കെ, 53 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 53 ഗോൾഡ് ഉണ്ടോ? ഇല്ല ഇല്ല കേട്ടോ. താങ്ക് യു, ബൈ. കുറച്ച് നേരം എൻ്റെ ഉണ്ടോ എന്നിങ്ങനെ ഞാൻ പാട്ട് പോലെ കേട്ടുകൊണ്ടിരുന്നു. കാര്യം ടി വിയുടെ വോളിയം കുറയ്ക്കാതെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ടി വിയുടെ വോളിയം കുറച്ച് പറയണം കേട്ടോ. ഇല്ല, എൻ്റെ സൗണ്ട് മാത്രമേ ഇവിടെ കേൾക്കുള്ളൂ, നിങ്ങളുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കണ്ടേ? വേണ്ടേ? എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ആദ്യം തന്നെ ടി വിയുടെ വോളിയം കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല. ഞാൻ ടി വിയുടെ വോളിയം കുറച്ചിട്ടേ ഞാൻ മിണ്ടും. കുറച്ചോ? ഹലോ, പോയോ? ഹലോ. ആ ഹലോ, ഇതാരാണ്? എന്റെ പേര് സതീഷ് കുമാരി. എന്തോ? സതീഷ് കുമാരി എന്നാണോ പേര്? അതെ. സാധാരണ സതീഷ് കുമാർ എന്നൊക്കെ പേരിടാറുണ്ട്. കുമാറന്നേ ഉള്ളൂ, ഇത് കുമാരിയാണ്. പക്ഷേ ഇവിടെ സതീഷ് കുമാരി എന്നാണ് പേരിട്ടിരിക്കുന്നത് അല്ലേ? അതെ. അതെന്തുകൊണ്ടാ അങ്ങനെ പേരിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് എനിക്ക് പറഞ്ഞൂടാ, ഞാനും അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതോ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടറാണ് പേരിട്ടെന്ന് പറയുന്നത്. ഡോക്ടറാണ് പേരിട്ടെ? എന്നാലും ആ ഡോക്ടറിനെ കാണണം. സതീഷ് കുമാർ എന്ന് മാറിയിട്ടതാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇല്ല, കുമാരിയാണ്. സതീഷ് കുമാരി തന്നെ. സതീഷ് കുമാരി തന്നെയാണ്. അല്ല, ചേച്ചിയുടെ സൗണ്ട് കേട്ട് അറിയാം സതീഷ് കുമാരിയാണെന്ന്. ഞാൻ പറയായിരുന്നു. എന്നാലും കൊള്ളാം, വെറൈറ്റി ആണ്. ഇനി മുതൽ അങ്ങനത്തെ പേരുകളും വരണം അല്ലേ? ഓക്കെ, യെസ്. ചേച്ചി ഏതാണ് നമ്പർ? 33. ഓക്കെ, 33. ഓക്കെ, 33ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, യെസ്. വെറൈറ്റി നെയിമുള്ള ഒരു ചേച്ചിയാണ് വിളിച്ചത്. സോ ഞാൻ ആലോചിക്കായിരുന്നു സ്കൂളിലൊക്കെ എന്തായിരുന്നു വിളിച്ചിരുന്നത് ഇരട്ടപ്പേരുന്ന്. എന്തായാലും അറിയില്ല, ചോദിക്കാൻ പറ്റില്ല, വെച്ചല്ലോ. ഞാൻ നേരത്തെ ചോദിക്കണമായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹലോ, ഇതാരാണ്? ഞാൻ എന്റെ പേര് ജിനീഷ്. എവിടെ നിന്നാണ്? പന്തളത്തുനിന്ന്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ജിനീഷ്? അയ്യോ, നേരത്തെ വിളിച്ച ആളല്ലേ? ഈ പേരിതായിരുന്നോ? ജിനീഷ്. ഓക്കെ, ഏതാണ് നമ്പർ? 43 ദിസ് ടൈം. ഓക്കെ, 43 ഉണ്ടോ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല. താങ്ക് യു, ബൈ. സോ നമ്മുടെ ടൈം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക, പങ്കെടുക്കുക. ഓക്കെ, എന്തായാലും നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞു. ഇനി വിളിച്ചിട്ട് കാര്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് വാട്സപ്പ് കോൾ വഴിയുള്ള വിന്നേഴ്സാണ്. വാട്സപ്പ് റിസൾട്ടാണ് നമുക്ക് നോക്കാം. ശ്രീജിതയാണ് നമ്മുടെ വിന്നർ. ശ്രീജിത സെലക്ട് ചെയ്ത നമ്പർ ഏതാണെന്ന് വെച്ചാൽ 39ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 39 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. അപ്പൊ ശ്രീജിത, തുറവിൽ നിന്ന് ഉള്ള ശ്രീജിത, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ അടിപൊളി, തുറവൂരിൽ നിന്ന് ശ്രീജിത. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കോളേഴ്സ് വിന്നേഴ്സായിട്ട് കിട്ടി. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് വിന്നറിനെയും കിട്ടി. അപ്പോൾ എല്ലാ വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരും എന്താ പറയുക, വിളിച്ചിട്ട് കോൾ കണക്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും വിളിച്ച് നമ്പർ പറഞ്ഞ് സ്വർണ്ണം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഇന്നത്തേക്ക് ഞാൻ പോവാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ശിൽപ സൈനിങ് ഓഫ്.
പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.